കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തു. ക്വസ്റ്റ്യൻ ഇതാണ്: എല്ലാ പ്രാർത്ഥനക്കാരുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയുമോ? ന്യായമായ ചോദ്യമാണ്. അത് വേറൊരു സഭയിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഔട്ട് ഓഫ് ഉള്ള ഒരാളാണ് ചോദിച്ചത്. അപ്പോൾ ഇതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. അപ്പം പ്രാർത്ഥനക്കാരനായതുകൊണ്ട് മോൻ പ്രാർത്ഥനക്കാരനാകുമോ? അമ്മ പ്രാർത്ഥനക്കാരി ആയതുകൊണ്ട് മോനും അല്ലെങ്കിൽ മോളും പ്രാർത്ഥനക്കാരിയാകുമോ? രണ്ട് ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു വീട്ടിൽ ദൈവത്തെ മാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ, ദൈവത്തെയാണ് അവർ മുൻനിർത്തി കളങ്കമില്ലാതെ കർത്താവ് പറയുന്ന പ്രവൃത്തിയാണ് ആ വീട്ടിൽ നടക്കുന്നതെങ്കിൽ, ഉറപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം, ആ കുടുംബത്തിൽ അവൻ്റെ മക്കൾ കർത്താവിൻ്റെ തന്നെയായിരിക്കും. അതിനൊരു മാറ്റവുമില്ല. പക്ഷേ പ്രഘോഷണം വേറെയും പ്രവൃത്തി വേറെയാണെങ്കിൽ നിൻ്റെ മക്കൾ നിന്നെ മാനിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയാണ്, ഇങ്ങനെ പ്രഘോഷിക്കും പക്ഷെ പ്രവൃത്തി കാണത്തില്ല, പ്രഘോഷിക്കും പക്ഷെ പ്രവൃത്തി കാണത്തില്ല. യേശു ക്രിസ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ പ്രവർത്തിക്കുവീൻ. ഹല്ലേലൂയ. നിങ്ങൾ സംസാരം കുറയ്ക്കുകയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് പല ആൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലുള്ള ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു നടന്നാലും പലർക്കും സത്യം പറഞ്ഞ ഒരു കാര്യം അറിയത്തില്ല. എന്തിനാണ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നതെന്ന് സത്യം പറഞ്ഞ യഥാർത്ഥമായി ചില ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല, പേരിലുള്ള ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. പക്ഷേ അന്യ ആൾക്കാരോട് ചോദിച്ചാൽ, ക്രിസ്തു മതത്തിന് പുറത്തുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയും വൈ ജീസസ് കെയിം ടു ദ എർത്ത്. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്കറിയത്തില്ല എന്തിനാണ് യഥാർത്ഥമായി യേശു ക്രിസ്തു നമ്മുടെ അടുക്കിലേക്ക് വന്നത്. സ്തോത്ര. ഹല്ലേലൂയ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം ആദരം തുറന്ന്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ബേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്ക് ബേസ് അറിയത്തില്ല. അവർക്ക് വേറെ മറ്റ് പല ബേസിനോടാണ് താല്പര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റായ കാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്തിനാണ് യേശു ക്രിസ്തു വന്നത്. ഹല്ലേലൂയ. വൈ വി ഫോളോ ജീസസ്. നമ്മൾ എന്തിനാണ് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് അവനോട് നോക്കി പ്രാർത്ഥിക്കാൻ പറയുന്നത്? എന്താണ് അവനിൽ നമ്മൾ നിന്നാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്തോത്ര. ഹല്ലേലൂയ. പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രശ്നം ഇതാണ്: നീ പ്രഘോഷിച്ചുകൊണ്ട് നടക്കും, നിന്റെ മക്കൾ വേറെ ലെവലിൽ പോകും. ഹല്ലേലൂയ. നീ പ്രഘോഷിക്കും, നിന്റെ മക്കൾ നിന്റെ പ്രഘോഷണത്തെ എതിർത്ത് അവൻ രാജാവാൻ നോക്കും. അങ്ങനെ നിന്റെ വീട് തന്നെ എന്തായി മാറും? ഒരു ശവപ്പറമ്പായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവവേദന എന്ത് ചെയ്യണം? നിന്റെ വീട്ടിൽ നീ ആദ്യം എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ എന്താണ് വൈ ജീസസ് കെയിം ടു മൈ ഹോം, എൻ്റെ വീട്ടിൽ എന്തിനാണ് യേശു വന്നത് എന്ന് നീ വ്യക്തമായിട്ട് നിന്റെ വീട്ടിൽ പഠിപ്പിക്കണം. യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആദരം തുറന്ന്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയ, ആദ്യമായിട്ട് തന്നെ നമ്മൾ തിരുത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. പല ആൾക്കാരും പറയും, നമ്മൾ ഈ പഴയ നിയമം ഒന്നും നമ്മൾ നോക്കണ്ട, പഴയ നിയമമൊക്കെ പഴയ ആൾക്കാർക്ക്, പഴയ നിയമം യഹൂദൻ്റെയാണ്, നമുക്കിത് നോക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ചില തത്വചിന്തകന്മാരുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, പഴയ നിയമം എന്ന് പറയുന്നാൽ യേശു ദൈവത്തിൻ്റെ ആദ്യ ശബ്ദം എന്നതാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമം എന്താണ്? ഇറ്റ്സ് എ ഫസ്റ്റ് വോയിസ് ഓഫ് ഗോഡ്. ആൻഡ് പുതിയ നിയമം എന്താണ്? ഇറ്റ്സ് എ ലാസ്റ്റ് വോയിസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ആദ്യ ശബ്ദം എവിടുണ്ട്? പഴയ നിയമത്തിലുണ്ട്. പുതിയ ശബ്ദം എവിടുണ്ട്? പുതിയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവൻ്റെ അടുത്ത് നിങ്ങൾ അവനോട് വ്യക്തമായിട്ട് പറയാം, ആദ്യ ശബ്ദത്തെ ഞാൻ എതിർക്കുന്നില്ല, ആദ്യ ശബ്ദം ഉണ്ടായത് കൊണ്ടാണ് അവസാന ശബ്ദമുണ്ടായത്. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമത്തെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, അവൻ കൾട്ടാണ് എന്ന് നിൻ്റെ ഹൃദയത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. യേശുവേ ആരാധന. അതുകൊണ്ട് പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന പലരുടെ മുന്നിൽ ശക്തമായി പറയണം,
കാരണം എൻ്റെ ദൈവത്തിൻ്റെ ആദ്യ ശബ്ദമാണ് പഴയ നിയമം. അത് ഞാൻ വായിക്കുകയും അത് ഞാൻ അനുസരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പുതിയ ശബ്ദം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൻ്റെ പുതിയ ശബ്ദം എന്ന് പറഞ്ഞത് എൻ്റെ യേശുവിൻ്റെ അവസാനത്തെ വാക്കാണ്. ആ ശബ്ദം എന്നെ നിലനിർത്തുകയും എനിക്ക് ജീവൻ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ബൈബിളിനെ യേശുവിൻ്റെ ശബ്ദമായിട്ട് കാണാനും അത് ഗ്രഹിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യേശുവേ ആരാധന. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം, എന്തിനാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്? സ്തോത്രം. നമുക്ക് യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16 വായിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജോൺ ചാപ്റ്റർ 3:16 നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ നശിക്കാതിരിക്കത്തുള്ളൂ എന്ന് നിന്റെ വീട്ടിൽ നീ പഠിപ്പിക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നിന്റെ വീട്ടിൽ നിന്റെ മക്കളോട് പറയണം, യേശു ക്രിസ്തു എൻ്റെ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ നശിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നാശമുണ്ട്, പിന്നെന്തുണ്ട്? നാശമില്ലായ്മയുണ്ട്. ദർ ഇസ് എ ഗുഡ് തിങ് ആൻഡ് ദർ ഇസ് എ ബാഡ് തിങ്. നാശം ഏതിലില്ല? യേശുവിൽ വസിക്കുകയാണ് നീ എങ്കിൽ നിനക്ക് എന്തുണ്ടാകത്തില്ല? നിനക്ക് നാശം ഉണ്ടാകത്തില്ല. യേശുവിൻ്റെ പുറത്താണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് നാശം ഉണ്ടാകും. ഹല്ലേലൂയ. നീ സ്കൂളിൽ പോയാലും ശരി, നീ കോളേജിൽ പോയാലും ശരി, നീ എവിടെ പോയാലും നിനക്ക് നാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നീ ഇരിക്കുകയും യേശു ദൈവമാണെന്ന് നീ വിശ്വസിക്കുകയും ചെയ്യണം. ബേസ് നമ്പർ 1 ഇതാണ് വീട്ടിൽ ആദ്യം കൊടുക്കേണ്ടത്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ റിമെമ്പർ ചെയ്യുന്നുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ പുള്ളിക്കാരൻ ഇങ്ങനെ എന്ത് പോയാലും ഉറക്കെ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കും. സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ തീ നീ അറിയാതെ നിന്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ മേലെ പടരുന്ന ഒരു കാലഘട്ടം ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ശക്തിയാണ് ഇന്ന് അനേകരെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയത്. ദൈവത്തിൻ്റെ തീ നീ അറിയാതെ നിന്നിലേക്ക് പടന്ന് പന്തലിക്കുന്നെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കാതെ പടന്ന് പന്തലിക്കത്തില്ല. ഒരിക്കൽ ദൈവശബ്ദം നിന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം എന്തിനെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞ ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുക്കുക തന്നെ ചെയ്യണം. നമ്മുടെ വീട്ടിൽ പകർന്നു കൊടുക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നാശം, എന്താണ് തിന്മ, എന്താണ് നന്മ എന്ന് വീട്ടിൽ തന്നെ പഠിപ്പിക്കേണ്ട സമയമായി. നിങ്ങൾ വീട്ടിൽ തന്നെ നിന്റെ മക്കളെ നാശമേതാണ്, തിന്മ ഏതാണ്, ഇത് പഠിപ്പിച്ചേ മതിയാകൂ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. മോദരം തുറന്ന് യേശുവേ ആരാധന, ആരാധന. ശക്തിയോടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ശക്തിയോട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ ആരാധന. ഇന്ന് അനേക യേശുവിന്റെ മക്കളെ സാത്താൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എന്ത് ചെയ്യാണ്? അവനെ ഒരു വിശ്വാസി അല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനെ യേശുവിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവൻ അകന്നു പോകുന്നത്? കാരണം അവൻ യേശു ആരാണെന്ന് അറിയത്തില്ല. ഇതുകൊണ്ടാണ് അവൻ അകന്നു പോകുന്നത്. ബാല്യത്തിൽ തന്നെ നിന്റെ മക്കളെ യേശു ആരാണെന്ന് പഠിപ്പിച്ചാൽ ഒരു സാത്താന്റെ ശക്തിക്ക് നിന്റെ മക്കളെ തൊടാൻ സാധിക്കത്തില്ല. ഒരു അന്ധകാരത്തിന്, ഒരു തോൽവിക്ക് നിന്റെ മക്കളെ തൊടാൻ സാധിക്കത്തില്ല. നാശത്തിന്റെ പാതയിലേക്ക് അവന് നടന്നു നീങ്ങാൻ സാധിക്കത്തില്ല. കാരണം അവനെ ചലിപ്പിക്കുന്നത് ലോകമല്ല, അവനെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വന്നാൽ അവൻ കരമുയർത്തി സ്വർഗത്തോട്ട് നോക്കിക്കൊണ്ട് പറയാ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവം. ബാലന്മാർ കർത്താവിനെ ആർത്തുപാടി സ്തുതിക്കുക. കാരണം അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ മക്കളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കണം. യേശുവേ ആരാധന. അതുകൊണ്ട് എന്താണ് ബൈബിൾ പറയുന്നത്? വായിച്ചു. എന്താണ് പറയുന്നത്? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവനിൽ വിശ്വസിക്കുന്ന ബാലനാണോ യുവാവാണോ വൃദ്ധന്മാരാണോ ഏവനും നശിച്ചു പോകാതിരിക്കാൻ, നിന്റെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവത്തിന്റെ നാമം നിന്റെ മക്കൾക്ക് കൊടുക്കണം. അവരത് വിശ്വസിക്കുന്ന വിധത്തിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി തെളിവോടവരെ വേരോട് പഠിപ്പിക്കണം. ഹല്ലേലൂയ. എന്തിനാ പഠിപ്പിക്കേണ്ടത്? അവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അവൻ ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നീ അവനെ പഠിപ്പിക്കേണ്ടത്. യേശുവേ ആരാധന, യേശുവേ ആരാധന. മുന്നോട്ടൊന്ന് വായിക്കാമോ? മുന്നോട്ടൊന്ന് വായിക്കാമോ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇതാ. എന്തിനാ? നീ നശിച്ചു പോകാതിരിക്കാൻ, ഒരിക്കലും നിന്നെ പിശാച് അറ്റാക്ക് ചെയ്ത് നിന്നെ ഇല്ലാതാക്കാതിരിക്കാൻ.
ആ നാശത്തിന്റെ കെട്ടിൽ നിന്ന് നിന്നെ എടുത്തിട്ട് നിത്യജീവൻ ഒരിക്കലും നശിച്ചു പോകാതിരിക്കുന്ന നിത്യജീവൻ നിന്റെ മേൽ നൽകാൻ വേണ്ടി ദൈവം നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ആരുടെ യോഗ്യത കൊണ്ട്? എന്റെയോ നിന്റെ യോഗ്യത കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ ഇറങ്ങി വന്നു. ദൈവപിതാവ് നിന്റെ മേൽ ഇറക്കി തന്നു. ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ കെട്ടിൽ നിന്ന്, ഈ നാശകൂമ്പാരത്തിൽ നിന്ന് ഇവൻ നശിച്ചു പോകാതിരിക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ നിന്റെ അടുക്കേക്ക് അയച്ചു. ഇത് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ വിശ്വസിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്ക് വേണ്ടി ഈ രക്തം നൽകി എന്നെ വിടുവിക്കുന്ന ഒരേ ഒരു നാമമുണ്ട്. ആ നാമമാരാണ്? യേശുവാണ് ആ നാമമെന്ന് നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല. പഠിപ്പിക്കണം വീട്ടിൽ, മോനെ യേശുവിനെ നീ വിളിച്ചാൽ നീ ഒരിക്കലും നശിക്കത്തില്ല. ചിലർ പറയും, ബ്രദറെ 10ാം ക്ലാസ് എന്റെ മോന് മണ്ടയൊന്നുമില്ല. ഞാൻ പറയുന്നു, അവന് മണ്ടയൊന്നും വേണ്ട. അവൻ യേശുവിനെ വിശ്വസിച്ചാൽ ദൈവം അവനെ ഉയർത്തുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. ബ്രദറെ, എന്റെ മക്കളെ എല്ലാവരും തള്ളിക്കളഞ്ഞു. ആര് തള്ളിക്കളഞ്ഞോട്ടെ. ദൈവം പറഞ്ഞു, നിന്റെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ എന്നിൽ വിശ്വസിക്കുക. നീ നിന്റെ മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കണം? യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് ആദ്യത്തെ കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം സ്വന്തം പുത്രനെ എങ്ങോട്ട് അയച്ചു? ഭൂമിയിലേക്ക് അയച്ചു. യേശുവിനെ അയച്ചു. എന്തിനാ? നാശത്തിൽ നിന്ന് നിന്നെ ഒരിക്കലും നശിക്കാത്ത ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ യേശുവിനെ പിതാവ് അയച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കുഞ്ഞുമക്കൾ എഴുതിക്കോണം. എന്തിനാണ് എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? യേശു എന്തിനാ മോടടുത്ത് വന്നത്? നിന്നെ നാശത്തിൽ വിട്ടുകൊടുക്കാതിരിക്കാൻ, നിനക്ക് ജീവൻ നൽകാൻ യേശു നിന്റെ മേലിറങ്ങി വന്നു. പഠിക്കാൻ പാടുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞോളാം, എൻ്റെ കഴിവിനെ കഴിവുള്ളതാക്കി മാറ്റാൻ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. എൻ്റെ കഴിവില്ലായ്മയെ കഴിവുള്ളതാക്കി മാറ്റാൻ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. കാരണം പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? ഞാൻ നശിച്ചു പോകാതിരിക്കാനും എനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാനും. ആര് എൻ്റെ മേൽ ഇറങ്ങി വന്നു? യേശു എൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങളുടെ ബുക്കിൻ്റെ ഒക്കെ മണ്ടയ്ക്ക് എഴുതി വെച്ചേക്കണം. എന്താണ്? ജീസസ് came upon to me. എൻ്റെ മേൽ യേശു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്തിനാണ്? ടു ഗീവ് an everlasting life to me. എനിക്ക് വേണ്ടി നിത്യമായ ഒരു ജീവൻ നൽകാൻ യേശു എൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാ. എഴുതി വെച്ചോ. ദൈവം നിങ്ങളെ പല മേഖലയിൽ നിന്ന് രക്ഷിക്കുക. ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ നീ ഭയപ്പെടേണ്ട. ദൈവം സഹായക്കാരനെ തൽസമയത്ത് നിനക്ക് ഇറക്കി തരും. കാരണം നീ വിശ്വസിക്കുന്നത് ആരെയാണ്? വിശ്വസിക്കുന്നത് അയക്കപ്പെട്ടവനെ വിശ്വസിച്ചവനാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അതിനെ തുറന്ന് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ധകാരമായ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാൻ നിന്റെ പുത്രനെ അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ദൈവപിതാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുള്ളവർ, നാശം, എൻ്റെ ജീവിതം നാശമായി പോയി ബ്രദറെ എന്ന് പറഞ്ഞവൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ നാശത്തെ എടുത്തു കളയാൻ വേണ്ടി, നിന്റെ നാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, നിന്റെ കഷ്ടതയെ ഇല്ലാതാക്കാൻ വേണ്ടി യേശു നിന്റെ മേൽ ഇറങ്ങി വന്നു. അത് നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങാം. നീ സ്തുതിക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങാം. നീ ആരാധിക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങാം. കാരണം നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവനാ. കാരണം നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവനാ. എന്താണ് നീ വിശ്വസിക്കുന്നത്? ഒറ്റ കാര്യമാണ് നീ വിശ്വസിക്കുന്നത്. എന്റെ നാശത്തിൽ നിന്നും കരകയറ്റുവാൻ, എന്നെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു തള്ളുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ മേൽ ഇറങ്ങി വരികയും യേശു എന്റെ മേൽ വരികയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് 1 യോഹന്നാൻ 4:9 ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:9 എല്ലാവരും എടുത്തത് വായിച്ചോ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി. അപ്പോൾ ആര് വഴിയാ നമ്മൾ ജീവിക്കേണ്ടത്? യേശു ക്രിസ്തു വഴി നീ ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് ദൈവം നിന്റെ മേൽ അവനെ അയച്ചു തന്നു. ഹല്ലേലൂയ. ചിലരും ബ്രദറെ, എനിക്ക് ഒരു ഹോപ്പും ഇല്ല. എന്തുകൊണ്ടാണ് നിനക്ക് ഹോപ്പ് ഇല്ലാത്തത്?
ക്രിസ്തു നിന്റെ മേൽ ഇറങ്ങാൻ ആഗ്രഹിക്കുകയും നീ അവനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രശ്നം. നീ അവനെ വിശ്വസിക്കുക, നീ പറ എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുക. ഞാൻ നിന്റെ അടുത്ത് പറയാം, ആര് നിന്നെ സഹായിക്കണ്ട, ദൈവം നിന്നെ സഹായിക്കും. ആര് നിനക്ക് റെക്കമെൻഡ് ചെയ്യണ്ട, ദൈവം നിന്നെ റെക്കമെൻഡ് ചെയ്യും. ആരിനെ പറയും നീ കൈ നീട്ടി നിർത്തണ്ട, ദൈവം തക്ക സമയത്ത് നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരും. എന്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ? നീ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത്? എന്നെ രക്ഷിക്കുവാൻ, എന്നെ കഷ്ടതയിൽ നിന്ന് മാറ്റുവാൻ, എൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ, പാപ മേഖലയിൽ നിന്ന് മാറ്റുവാൻ യേശു ക്രിസ്തു എൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നീ അതീവമായി അങ്ങ് വിശ്വസിക്കുക. ഇതാര് പറഞ്ഞാലും നിന്റെ മേലിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇത് നിന്റെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ അകത്ത് തീ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വിഗ്രഹത്തിന്റെ മുന്നിലും ഒരു നേർച്ചയുടെ മുന്നിലും നീ ഹൃദയം കൊണ്ട് ചെല്ലുവാൻ നിന്റെ ഹൃദയം സമ്മതിക്കത്തില്ല. നീ പറയാം, കഷ്ടതയാണെങ്കിലും ശരി, ക്ലേശമാണെങ്കിലും ശരി, ഞാൻ വിശ്വസിച്ച ഒരേ ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമം എൻ്റെ മേൽ ഇറക്കി വന്നിരിക്കുന്നത് ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ ഇല്ലാതായി പോകാനല്ല. എൻ്റെ ദൈവം എന്നെ ഒരിക്കൽ രക്ഷിക്കും. ബ്രദറെ, ഞാൻ ഉറപ്പായി പറയാ, ഇങ്ങനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ദിവസം ദൈവം നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്റെ കഷ്ടതകളെ മാറ്റിയിരിക്കുക. യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അതിനെ തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കൃപ നമ്മുടെ മേൽ ആഴമായി വ്യാപരിക്കട്ടെ. കൃപ നമ്മുടെ മേൽ ആഴമായി വ്യാപരിക്കട്ടെ. കൃപ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അതിനെ തുറന്ന് എന്റെ വീട്ടിൽ യേശുവിന്റെ ശബ്ദം ഇറങ്ങിയേ മതിയാകൂ. എന്റെ മക്കളുടെ മേൽ യേശുവിന്റെ ശക്തി ഇറങ്ങിയേ മതിയാകൂ. എന്റെ നാശത്തിന്റെ മേൽ യേശു ഇറങ്ങിയേ മതിയാകൂ. എന്റെ ഉയർച്ചയുടെ മേൽ യേശുവിന്റെ നാമം വന്നേ മതിയാകൂ. ക്രിസ്ത്യാനിയാ ജീവിച്ചു എന്നല്ല കാര്യം, യേശുവിന്റെ കൂടെ നടന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, എന്റെ യേശു എന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്റെ മേൽ യേശുവിനെ നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 6:38 നമുക്കൊന്ന് വായിക്കാം. ജോൺ 6:38 എല്ലാവരും എടുത്ത് വായിച്ചോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഒരു സുവിശേഷകൻ, പാറ്റ്ലി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വ്യാഖ്യാനത്തിൽ വായിച്ചിരിക്കുന്നത് ആദ്യം ആ വാക്കൊന്ന് വായിക്കാമോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ. ഇതിന് പുള്ളി നറേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഉണ്ട്. അല്ലയോ സുവിശേഷകരെ, നമ്മൾ കുറേ നാൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ നിന്റെ ഇഷ്ടം നീ ജനത്തിൻ്റെ അകത്ത് അടിച്ചേൽപ്പിക്കും. നിന്റെ ഇഷ്ടം, നിന്റെ പഠിപ്പീര്, നിന്റെ തിസിസം അല്ലെങ്കിൽ നിന്റെ ഓളജി നീ എന്ത് ചെയ്യും? നീ ജനത്തിൻ്റെ അകത്ത് അടിച്ചേൽപ്പിക്കും. പക്ഷെ ഞാൻ ജനത്തിൻ്റെ അകത്ത് അടിച്ചേൽപ്പിക്കാൻ വന്നതല്ല. ഞാൻ എന്ത് ചെയ്യാനാവുന്നത്? ഞാൻ എന്നെ പിതാവ് എന്തിനാണോ ഭൂമിയിൽ അയച്ചത് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ചിലവരങ്ങനെ, ചിലർ കുറേ നാൾ കഴിയുമ്പോൾ, പുള്ളി പറഞ്ഞെങ്ങനെയാണ്, കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ എത്തിക്സ് അവൻ പഠിപ്പിക്കും. അവൻ വചനത്തിലൊന്നുമല്ല, ആ വചനം പ്രവർത്തിക്കത്തുമില്ല. പക്ഷെ എന്ത് ചെയ്യും? അവൻ പറയുന്നവനായി മാറും, പ്രവർത്തിക്കുന്നവനായി മാറത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടം അവനെന്ത് ചെയ്യും? അവൻ പ്രവർത്തിക്കും. അയച്ചവൻ്റെ ഇഷ്ടമോ പ്രവർത്തിക്കത്തില്ല. പല സുവിശേഷരും ഇല്ലാതായി പോകുന്ന അങ്ങനെ, പല പ്രാർത്ഥനക്കാരും ഇല്ലാതായി പോകുന്ന അങ്ങനെയാണ്, പല കമ്മ്യൂണിറ്റിയും ഇല്ലാതായി പോകുന്നത്. എങ്ങനെ ഇല്ലാതായി പോകുന്നത്? അവൻ്റെ ഇഷ്ടം അവനെന്ത് ചെയ്യും? അവൻ കൂട്ടായ്മയെ പ്രവർത്തിപ്പിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കത്തില്ല. പക്ഷെ നോക്കിക്കോട്ടെ, നമ്മുടെ അപ്പൻ യേശു ക്രിസ്തു വന്നത് എങ്ങനെയാണ്? ഒന്ന് വായിച്ചു, ഇനി വാക്യം വായിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, പക്ഷെ എന്റെ അയച്ച ക്രിസ്തു, എന്റെ ദൈവം എന്നോട് എന്താണോ പറഞ്ഞത് അത് ചെയ്യാനാണ് ഞാൻ വന്നത്. എല്ലാ പ്രാർത്ഥനക്കാരനും മനസ്സിലായിക്കൊള്ളാം, ഞാൻ ഇന്ന് പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് എന്റെ കാര്യം നേടാനല്ല, എന്റെ യേശു ക്രിസ്തു എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യാനത്രേ. ഹല്ലേലൂയ. നമ്മൾ യേശു പഠിപ്പിച്ച കാര്യം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിന്റെ കാര്യം പ്രൊമോട്ട് ചെയ്യാൻ ദൈവം ഫ്രണ്ടിൽ തന്നെ നിൽക്കുക. ഹല്ലേലൂയ. യേശു പഠിപ്പിക്കാത്ത കാര്യം നീ പോയി പ്രൊമോട്ട് ചെയ്യുകയും യേശുവിന് ഇഷ്ടമില്ലാത്ത കാര്യം പ്രൊമോട്ട് ചെയ്യുക അല്ല ഒരു ക്രിസ്ത്യാനിയുടെ അജണ്ട എന്ന് പറയുന്നത്. യേശു പഠിപ്പിച്ച കാര്യം നീ എന്ത് ചെയ്യണം? നീ പറയാനാണ് യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. യേശു എന്താണ് ചെയ്തത്? പിതാവിൻ്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ആ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഞാനും പറയുന്നത് എന്താണ്? നമുക്ക് യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു
ഒരു കാര്യവും നീ എന്ത് ചെയ്യരുത്, നീ ഭൂമിയിലോ സമൂഹത്തിലോ നിന്റെ വീട്ടിലോ നീ പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് യേശു വന്നത്? യേശു എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, യേശുവിൻ്റെ ഇഷ്ടം എൻ്റെ അടുത്ത് കൊണ്ടുവരാണ്. എന്താണ് യേശുവിൻ്റെ ഇഷ്ടം? യേശുവിൻ്റെ ഇഷ്ടം ഒന്നാണ്, നിന്റെ അകത്തിരിക്കുന്ന അന്ധകാരത്തെ മാറ്റി നിന്റെ കുടുംബത്തെ പ്രകാശമാക്കണം. ഇതാണ് യേശുവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ കെട്ടിനെയും പുറത്താക്കിയിട്ട് യേശുവിൻ്റെ ആത്മാവ് നിന്റെ വീട്ടിൽ വസിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. യേശുവിൻ്റെ ഇഷ്ടം അടുത്തതാണ്. എന്താണ് ഇഷ്ടം എന്നറിയാമോ? ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ജീവൻ നിനക്ക് നൽകാനാണ് യേശു ആഗ്രഹിക്കുന്നത്. നീ എന്ത് ചെയ്യണം? ഒരിക്കലും നശിക്കാത്ത ജീവനെ പറ്റി പറയുക എന്നതാണ് നിന്റെ ഉത്തരവാദിത്തം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പൊ യേശു എന്തിനാ വന്നത്? അപ്പന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ അവൻ ഭൂമിയിൽ ഇറങ്ങി വന്നു. എന്തിനാണ് യേശു വന്നത്? അപ്പന്റെ ഇഷ്ടം ഭൂമിയിൽ നിർവഹിക്കാൻ യേശു ഇറങ്ങി വന്നു. അറക്കപ്പെട്ട കുഞ്ഞാട് ഇറങ്ങി വന്നു. ഒരു കുഞ്ഞാടിനെ പോലെ അപ്പം പറയുന്ന കാര്യം സകലതും നമുക്ക് വേണ്ടി നിറവേറ്റി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞാൻ പറയാം, ഒരു ക്രിസ്ത്യാനിയുടെ എയിം ടു സ്പ്രെഡ് ദ ഫാദർ എയിം. ഹല്ലേലൂയ. അപ്പന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അജണ്ട എന്ന് പറയുന്നത്. അവനെയാണ് ദൈവം എൻ്റെ ഫോളോവർ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കാത്തവനല്ല ക്രിസ്ത്യാനി. ഹല്ലേലൂയ. യേശുവേ ആരാധന. വീട്ടിൽ മക്കളോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മോനെ, നമ്മുടെ യേശു ഭൂമിയിൽ വന്നത് അപ്പന്റെ ഇഷ്ടം നിവർത്തിക്കാനാ ഭൂമി വന്നത്. എന്തിനാണ് അപ്പന്റെ ഇഷ്ടമായിരുന്നു? അപ്പന്റെ ഇഷ്ടം ഒന്നേ ആയിരുന്നു, അന്ധകാരത്തിൽ കിടന്ന നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കണം. അതിനുവേണ്ടി ബലിയാകണം. ആരെയാണ് ബലി കൊടുത്തത്? സ്വന്തം പുത്രനെ ബലി കൊടുത്ത് നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് എന്തിനാണ് യേശു നമ്മുടെ വീട്ടിൽ വന്നത്? നമ്മളെ രക്ഷിക്കാനാണ്. അമ്മേ എന്ന് നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ പറയുന്ന വിധത്തിൽ നീ യേശുവിനെ നിന്റെ വീട്ടിൽ കൊടുക്കണം. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു 5 വയസ്സ് ഒരു കൊച്ചു പയ്യനെ ഞാൻ കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നീ കളിക്കാനൊന്നും പോകുന്നില്ലയോ? അത് അങ്കിള് 6 മണി തൊട്ട് 7 മണി വരെ യേശുവിനെ വിളിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കളിക്കാൻ പോകത്തില്ല. അപ്പം നീ അപ്പോൾ എത്ര മണിക്ക് തിരിച്ചു വരും? ഐ വിൽ കം ബാക്ക് അറ്റ് 5:30. ഫ്രം 6 o'clock to 7 o'clock ഐ വിൽ സിറ്റ് മൈ ഫാദർ ആൻഡ് ഐ വിൽ പ്രേ. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ അങ്കിളെ, ഐ വാണ്ട് ലൈഫ്. എനിക്ക് ജീവൻ വേണം. യേശുവേ ആരാധന. നോക്കണം, ഒരു 4 5 കൊണ്ട് പഠിക്കുന്ന ഒരു ചെറിയ പയ്യനാ. അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ നടക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഇവൻ്റെ ഫാദർ ഒരു മൂളിക്കൊരു ഈ നമ്മുടെ ഈ ഷാർജയിലൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാറ്റക്കൊള്ളുന്നൊരു സ്ഥലമുണ്ട്. അപ്പം മൂലയ്ക്ക് ഇരുന്ന് ചെറിയൊരു ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ സ്വർഗ്ഗത്തേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. നോക്കിക്കോണം, അവൻ്റെ വീട്ടിൽ അവൻ്റെ അപ്പൻ ജീവിതം ഏതാണ്, നരകമേതാണെന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. യേശുവേ ആരാധന. അപ്പം ഞാനും പറയാം, എന്താണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, പക്ഷെ നമുക്കതിന് നേരവും സമയവും നമ്മൾ കണ്ടെത്തുന്നില്ല. ഇതാണ് എൻ്റെ എയിം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്? നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് കൊടുക്കാൻ സാധിക്കും. എന്താണ്? ജീവിതവും നാശവും നിനക്ക് കൊടുക്കാൻ സാധിക്കും. നിൻ്റെ വീട്ടിൽ നിൻ്റെ മക്കൾക്ക് ജീവിതം കൊടുക്കാൻ നിനക്ക് സാധിക്കും, പക്ഷെ നീ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് സമയമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിനക്ക് മറ്റു കാര്യങ്ങളൊക്കെ സമയമുണ്ട്, പക്ഷേ യേശുവിനെ കൊടുക്കാൻ വീട്ടിൽ പോലും കൊടുക്കാൻ സമയമില്ല. ദൈവത്തിലെ വീട്ടിൽ നിൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് കൊട്. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് എന്തിനാണ് ക്രിസ്തു വന്നതെന്ന് നിന്നെക്കാട്ട് ശക്തമായി അവർ പറയണം. ഹല്ലേലൂയ. നിന്നെക്കാട്ട് ശക്തനായ ഒരു പ്രവാചകനെ നിൻ്റെ വീട്ടിൽ ദൈവം ഉയർത്തും. നിന്നെക്കാട്ട് ശക്തനായ ഒരു പ്രാർത്ഥനക്കാരൻ നിന്റെ വീട്ടിൽ ഉയർത്തും. എപ്പോഴും ദൈവത്തിന്റെ തീ നിന്റെ വീട്ടിൽ ഇങ്ങനെ വ്യാപരിക്കുക തന്നെ ചെയ്യും. ഒരന്ധകാരം നിന്റെ വീട്ടെ തൊടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ കുടുംബം മുഴുവനും ക്രിസ്തുവില. ഹല്ലേലൂയ. എന്തിനാ ക്രിസ്തു വന്നതെന്ന് രാത്രി എന്നല്ല പകലെന്നല്ല നിന്റെ മരണ സമയത്ത് ചോദിച്ചാൽ പോലും നീ പറയും, അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ യേശു എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പല അപ്പന്മാരും അമ്മമാരും പറയുന്നത് എന്താണെന്നറിയാമോ? ഉറക്കത്തിൽ പോലും എൻ്റെ മക്കൾ സയൻസിൻ്റെ ഫ്രാക്ഷൻ പഠിക്കണം, ഉറക്കത്തിൽ പോലും മാത്സിൻ്റെ തിയറി പഠിക്കണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഉറക്കത്തിൽ പോലും നിൻ്റെ മക്കൾ യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നശിക്കത്തില്ല, അവൻ നിത്യജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യുക. യേശുവേ ആരാധന. യേശുവേ ആരാധന. അവനെ ദൈവം മാനിച്ചുകൊള്ളു, അവനെ സമൂഹം മാനിക്കണ്ട. ദൈവം യഥാ സമയത്ത് അവനെ മാനിക്കുക തന്നെ ചെയ്യുക.
യേശുവെ നന്ദി, യേശുവെ സ്തോത്ര. അപ്പൊ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവസ്നേഹം അവനിൽ കൂടെ നമുക്ക് അയച്ചു തന്നു. രണ്ടാമത് എന്ത് ചെയ്തു? രണ്ടാമത് പിതാവിന്റെ ഹിതം പ്രവർത്തിക്കാൻ യേശു ഇറങ്ങി വന്നു. സ്തോത്ര. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ രാത്രിയിൽ യേശുവിന്റെ ശബ്ദം എൻ്റെ വീട്ടിൽ ഇറങ്ങി വന്നേ മതിയാകോ. യേശുവിന്റെ ശബ്ദം എൻ്റെ മേൽ ഇറങ്ങി വന്നേ മതിയാകോ. ദൈവസ്നേഹം എൻ്റെ മേൽ ഇറങ്ങി വന്നേ മതിയാകോ. യേശു എൻ്റെ മേൽ ഇറങ്ങി വന്നേ മതിയാകോ. പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച യേശുവിനെ പോലെ ഞാനും യേശുവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു ദൈവ പൈതലായ മതിയാകോ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്ര, യേശുവേ ആരാധന. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം പഠിക്കാം. മത്തായി 20:28 നമ്മളൊന്ന് വായിച്ചോ. മത്തായി 20:28 നമ്മളൊന്ന് വായിക്കാം. എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ. യേശു ക്രിസ്തു വന്നിരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ്? ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി, അനേകരെ മോചിപ്പിക്കാനുമാ. ആരെ എന്നെ മോചിപ്പിച്ചില്ലേ? നിങ്ങളെ മോചിപ്പിച്ചില്ലേ? നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടാണോ? അല്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്തു? നശിച്ചു കടന്ന നമ്മളെ തേടി എന്ത് ചെയ്തു? മോചിപ്പിക്കാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൗത്യം ഒന്നേ ഉള്ളൂ. എന്താണ്? നിന്നെ അന്ധകാരത്തിൽ മോചിപ്പിക്കണം, നാശത്തിന്റെ കെട്ടിൽ നിന്നെ മോചിപ്പിക്കണം. സാത്താൻ ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാ ക്ലെയിമിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം. ഹി ഹാവ് ആൻ എയിം. എന്താണ് എയിം? ടു റിലീസ് you from a darkness of the world. Hallelujah. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നേ മതിയാകോ. This is his aim. അവന്റെ എയിം അതാ. പറയണ യേശു എന്തിനാ വന്നിരിക്കുന്നു ചോദിക്കും. പറയണോ? എന്റെ അന്ധകാരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശു എന്റെ മേലിറങ്ങി വന്നു. ശക്തമായിട്ട് പറയാൻ. എന്താ അന്ധകാരം? അന്ധകാരം എന്ന് പറയുന്നത് സാത്താൻ അയച്ചിരിക്കുന്ന ചെറുതും വലുതുമായ സകല കെട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ യേശുവിനെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഉറപ്പോട് പറയണം. മത്തായി പറഞ്ഞു, ഉറപ്പോട് പറഞ്ഞു. എന്താണ് ഉറപ്പ് എനിക്കുണ്ട്? ഞാൻ എന്ത് ചെയ്യുന്നവനായിരുന്നു? ഞാൻ പലിശ പിടിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു. പലിശയുടെ ദുർഗത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് യേശു തന്നെയാണ്. അന്ധകാരത്തിനെ പുറത്തു കൊണ്ടുവരാൻ ഒരാൾക്കേ സാധിക്കത്തുള്ളൂ. ആർക്കാ സാധിക്കും? യേശു ക്രിസ്തുവിന് സാധിക്കും. ഉറപ്പോട് പറയണം. യേശു എന്തിനാ വന്നത്? എന്നെ മോചിപ്പിക്കാനാണ് യേശു വന്നത്. എന്താണ് മോചനം? അന്ധകാരത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാനും നിന്നെ കഴുകി വെണ്മയാക്കാനും നിന്റെ സകല കെട്ടിനെയും മുറിച്ചിട്ട് നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ യേശു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ ആരാധന. ഞാൻ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ മുറിവുകളുടെ മേലും, എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ച അന്ധകാരത്തിന്റെ മേലും ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നതിനെ ഓർത്ത്, ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നതിനെ ഓർത്ത്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അതിനെ തുറന്ന് യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ നോക്കണമേ, അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്ത് ചെയ്തു? സ്വന്തം ജീവൻ വിലക്ക് കൊടുത്തു. ഹല്ലേലൂയ. എന്ത് ചെയ്തു? സ്വന്തം ജീവൻ എന്ത് ചെയ്തു? വിലയായി കൊടുത്തു. നിനക്ക് വേണ്ടി രക്തം നൽകിയിട്ട് ആ രക്തത്താൽ നിന്റെ അന്ധകാരത്തെ എന്ത് ചെയ്തു? വിച്ഛേദിച്ചു. യേശുവേ ആരാധന. അതുകൊണ്ടാണ് പറയുന്നത്, യേശു എന്തിനാണ് വന്നത്? എന്നെ മോചിപ്പിക്കാൻ. എവിടുന്ന് മോചിപ്പിക്കാൻ? അന്ധകാരത്തിൽ മോചിപ്പിക്കാൻ. സ്വന്തം ജീവൻ വിലയായി കൊടുത്ത് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് അതരം തുറന്ന് പറയണം. യേശു എന്തിനാ വന്നത്? എൻ്റെ അന്ധകാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സ്വന്തം രക്തം വിലയായി കൊടുത്ത ഒരേ ഒരു ദൈവമുള്ളൂ. ആ ദൈവമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് നിന്നോട് പറയുന്നത് യേശു എന്തിനാണ് വന്നത്? ഹല്ലേലൂയ. ഇതിനാണ് എൻ്റെ യേശു വന്നത്. എന്തിനാ വന്നത്? എൻ്റെ കെട്ടിനെ അഴിക്കുവാൻ, എൻ്റെ അന്ധകാരത്തെ അഴിക്കുവാൻ, എന്നെ മോചിപ്പിക്കുവാൻ. സ്വന്തം ജീവൻ വില കൊടുത്തിട്ട് എന്നെ വാങ്ങിയവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. അതിനാൽ ഞാൻ ഇപ്പോഴും ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പ്രഖ്യാപിക്കുന്നത്? യേശു എൻ്റെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നാലാമത്തെ നമുക്ക് നോക്കാം. യോഹന്നാൻ 10-ാം അധ്യായം 10 നമുക്ക് നോക്കിയാൽ ജോൺ 10 chapter 10.
ഒന്ന് വായിക്കാമോ? ജോൺ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പൊ നോക്കണം, അന്ധകാരം എന്തിനാ വരുന്നത്? മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. 3 കൂട്ടം കാര്യം ചെയ്യാനാണ് പിശാച് നിന്റെ വീട്ടിൽ വരുന്നത്. എന്തൊക്കെയാണോ ഒന്ന് പറഞ്ഞേ? മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. നിന്റെ ആത്മീയ ജീവിതം കൊല്ലാൻ, നിന്റെ ആത്മീയ ജീവിതം ഇല്ലാതാക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ആര് വരുന്നതാണ്? സാത്താൻ വരിക. രണ്ടും നോക്കിയാണ്, ഭൗതിക ജീവിതം, ആത്മീയ ജീവിതം. എന്തിനൊക്കെയാ വരുന്നത്? ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ആത്മീയ ജീവിതം, നിന്റെ ഭൗതിക ജീവിതം മോഷ്ടിക്കാൻ പിശാച് വരുന്നു, കൊല്ലാൻ പിശാച് വരുന്നു, നശിപ്പിക്കാൻ പിശാച് വരുന്നു. ഇനി യേശു എന്തിനാ വന്നത്? അടുത്ത വാക്യം വായിച്ചു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നിനക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇല്ലാതായി പോകാനല്ല, നിനക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. നിന്നെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ ജീവൻ നിനക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ അകത്ത് സാത്താൻ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് നിനക്കൊരു പുതിയ ജീവൻ നൽകി ആ ജീവനിൽ കൂടെ എന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാണ് യേശു വന്നിരിക്കുന്നത്? യേശു വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയാ. ഉറക്കെ പറഞ്ഞ് യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞാൻ നശിച്ചു പോകാനോ, ഞാൻ ഇല്ലാതായി പോകാനോ, ഞാൻ വേർപെട്ടു പോകാനല്ല, എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. എന്താണ് ജീവൻ? ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും ഇല്ലാതായി പോകാത്ത, ഒരിക്കലും എന്റില്ലാത്ത ഒരു ജീവൻ നൽകാൻ എന്റെ യേശു തയ്യാറായി എന്റെ മേൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ യേശു എന്തിനാണ് വന്നത്? ഞാൻ വിശ്വസിക്കും. എന്തിനാണ് വന്നത്? യേശു എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിച്ചത് പ്രാർത്ഥിച്ച് ജീവൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ, എന്റെ യേശു എനിക്ക് ജീവൻ നൽകാൻ വന്നതാണ്. എന്റെ മക്കളോട് എനിക്ക് ശക്തമായി പറയണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ ലഭിച്ചത്, എന്റെ ജീവിതം എനിക്ക് ഉയർച്ച ലഭിച്ചത്, എന്റെ ജീവിതം എനിക്ക് അനുഗ്രഹം ലഭിച്ചത്, എന്റെ ജീവിതത്തിൽ പട്ടിണി മാറിയത് യേശു എന്റെ മേൽ ഇറങ്ങിയത് കൊണ്ടാ, എനിക്ക് ജീവൻ നൽകിയത് കൊണ്ടാ. ഞാൻ കഴിവില്ലാത്തവനായിരുന്നു, എന്നെ കഴിവുള്ളവനാക്കിയത് യേശുവാണ്. സ്തോത്ര, ഹല്ലേലൂയ. സ്തുതിച്ചതിരം തുറന്ന് ശക്തിയോടെ പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ആത്മാവ് രാത്രി നിന്റെ മേൽ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ പവർ നിന്റെ മേൽ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങട്ടെ, ദൈവകൃപ നിന്റെ മേൽ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഇനി അവസാനമായിട്ട് പഠിക്കാൻ ഒരു കാര്യം നമുക്ക് നോക്കാം. 2 കൊരിന്തോസ് 8:9 നമുക്ക് വായിക്കാം. 2 കൊരിന്തോസ് 8:9 എന്താണ്? യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും എന്റെ യേശു സമ്പന്നനാ. അപ്പൊ ചോദിക്കും, പല പ്രതിസന്ധി ദൈവം നിന്നെ മാനിക്കോ? ഞാൻ നിങ്ങളടുത്ത് പറയാം, വിശ്വാസികളെ നീ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിന്റെ പല പ്രതിസന്ധികളുടെ മേലും ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ദൈവം ഇറങ്ങി വരുന്നത്? അവൻ സമ്പന്നനായതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ സമ്പന്നത എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയാമോ? പണം, ഇതൊക്കെയാണ്. അല്ല, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ പ്ലൂട്ടിയോ എന്നാണ് പറയുന്നത്. റിച്ചിൻ്റെ ഗ്രീക്ക് ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടിനിയോ എന്നാണ്. എന്താണെന്ന് പറയുക, ടു ബി ഇൻക്രീസ്ഡ് ഇൻ ഗുഡ്. നല്ല പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതിനെയാണ് പ്ലൂട്ടിയോ എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? വെൽത്ത് അല്ലെങ്കിൽ റിച്ച് എന്ന് പറയുന്നു. അതിൻ്റെ ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം എന്താണ്? നീ എപ്പോഴും നല്ല പ്രവൃത്തിയിൽ നീ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ബൈബിൾ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തിൽ നിന്ന് നീ ശക്തനായി മുന്നേറുവാൻ ദൈവത്തിന്റെ സമ്പന്നത നിന്റെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യാം. കാരണം നിന്റെ അപ്പൻ സമ്പന്നനാ. ഹല്ലേലൂയ. നീ കടക്കാരനാണോ? നിന്റെ കടത്തെ സൊല്യൂഷൻ ചെയ്യാൻ ദൈവത്തിന് അറിയാം. നീ ഇപ്പോൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിന്റെ സങ്കടത്തെ മാറ്റി നിന്നെ ചിരിപ്പിക്കുന്നവനാക്കി മാറ്റാം. നിന്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയും ക്ലേശങ്ങളും മാത്രം നിറഞ്ഞ ജീവിതമാണെങ്കിൽ വേറൊരു ജീവിതം നൽകാനും നിന്റെ ദൈവം സമ്പന്നനാ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും സമ്പന്നനാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ.
ചിലർ വയ്ക്കാം, അയ്യോ അമ്മേ നമ്മുടെ പട്ടിണി എന്ന് മാറും. അപ്പൊ നീ പറയണ നമ്മുടെ അപ്പൻ സമ്പന്നനായതുകൊണ്ട് താമസിക്കാതെ നമ്മുടെ പട്ടിണി മാറും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ സമ്പന്നനായതുകൊണ്ട് മകളെ താമസിക്കാതെ നമ്മുടെ വീട് സമ്പന്ന വീടായി മാറും. എന്തിനാണ് മകനെ സമ്പന്നനാകേണ്ടത്? പറഞ്ഞു കൊടുക്കണം, ദൈവത്തിന്റെ നല്ല ദാനത്തിലാണ് നമ്മൾ സമ്പന്നന്മാരാകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കുടുംബമേ, നിന്റെ വീട്ടിന്റെ അകത്ത് ആരുണ്ട്? യേശുവുണ്ട്.